കൊല്ലത്തേക്കൊന്ന് പോകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അലയൊലികൾ അവസാനിച്ചോ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും അവസാനിക്കാൻ പോവില്ലല്ലോ, അതിങ്ങനെ തുടരും. ലൈംഗികാരോപണ പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെ അന്വേഷണ സംഘത്തിന് തെളിവ് ലഭിച്ചു. 2022 ഏപ്രിൽ മാസം 4-ാം തീയതി സംഭവം നടന്ന സ്ഥലം കൊല്ലം ബീച്ച് ഓർക്കിഡ് ഹോട്ടൽ. യുവതിക്കായി VK പ്രകാശ് മുറിയെടുത്തു എന്നതിന്റെ രേഖകൾ കണ്ടെത്തിയിരിക്കുന്നു. VK പ്രകാശും ഇതേ സമയം ഹോട്ടലിലെത്തിയതിന്റെ തെളിവും കണ്ടെത്തിയിട്ടുണ്ട്. ദിലീപ് ദേവസി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ഓർക്കിഡ് ഹോട്ടലിൽ സംഭവ ദിവസം VK പ്രകാശും കഥാകൃത്തായ യുവതിയും എത്തി എന്നതിന്റെ സൂചനകൾ ലഭിച്ചു, തെളിവുകൾ ലഭിച്ചു. VK പ്രകാശിന് കുരുക്കാണ് അല്ലേ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, VK പ്രകാശിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2022 ഏപ്രിൽ 4-ാം തീയതി പരാതിക്കാരിയായ യുവ എഴുത്തുകാരി അവിടെ എത്തിയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചു. അതേ സ്ഥലത്ത് തന്നെ ഈ മുറി എടുത്തു നൽകിയത് VK പ്രകാശാണ്. VK പ്രകാശും അതേ ഹോട്ടലിൽ തന്നെ മുറി എടുത്തതായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അന്വേഷണ സംഘം ഈ ഹോട്ടലിലെത്തി തെളിവുകൾ ശേഖരിച്ചത്. ഇനി അന്വേഷണ സംഘത്തിന് ആവശ്യമുള്ളത് ഈ സ്ഥലത്തെ, അതായത് ഈ ബീച്ച് ഓർക്കിഡ് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളാണ്. പക്ഷേ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടുന്നു, അതായത് 2 വർഷം പിന്നിട്ടുന്നു. ഇതിൻ്റെ സ്റ്റോറേജ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ലഭ്യമല്ല. പിന്നീട് ഇവർക്ക് എടുക്കേണ്ടത് VK പ്രകാശിൻ്റെ മൊബൈൽ ടവർ ലൊക്കേഷനാണ്. ഈ സമയത്ത് ഇദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നുള്ളതിൻ്റെ തെളിവുകൾ ശേഖരിക്കേണ്ടത്. എന്തായാലും ഈ മുറി എടുത്തത് VK പ്രകാശാണെന്നുള്ളതിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഈ യുവതിക്ക് മുറി എടുത്തു നൽകിയതും VK പ്രകാശാണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ നിന്ന് അന്വേഷണ സംഘം ലഭിച്ചു. നിലവിലും പള്ളിത്തോട്ടം പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ കേസ് കൈമാറിയിട്ടില്ല. എന്തായാലും ഇപ്പോൾ പള്ളിത്തോട്ടം പോലീസ് കൂടുതൽ തെളിവുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേസ് ഇപ്പോൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. VK പ്രകാശിനെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തമായി അന്വേഷണ സംഘത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അരുൺകുമാർ. ഓക്കെ, ദിലീപ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കണ്ടെത്തേണ്ടത് VK പ്രകാശ് തന്നോട് അപമര്യാദയെ പെരുമാറിയെന്ന യുവതിയുടെ പരാതി. സാഹചര്യ തെളിവുകൾ ഇപ്പോൾ ഒത്തുവന്നു. ബീച്ച് ഓർക്കിഡ് ഹോട്ടലിൽ 2 പേരും, കഥാകൃത്തായ യുവതിയും VK പ്രകാശ് എന്ന സംവിധായകനും അതേ ദിവസം റൂം എടുത്തു എന്നതിൻ്റെ തെളിവുകളുണ്ട്. 2022 ഏപ്രിൽ 4-ാം തീയതിയാണ് VK പ്രകാശ് ഈ ഓർക്കിഡ് ഹോട്ടലിൽ റൂം എടുത്തിരിക്കുന്നത്. ആ ഹോട്ടലിലെ മുറിയിൽ വെച്ചാണ് തന്നോട് അപമര്യാദയെ പെരുമാറിയതിൻ്റെ ഷോക്കിലാണ് അവർ അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. അതിനുശേഷം 10,000 രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് ഡ്രൈവർ മുഖാന്തരം ഇട്ടു എന്നുമാണ് ഈ യുവ കഥാകൃത്ത് നമ്മളോട് വെളിപ്പെടുത്തിയത്. എന്തായാലും VK പ്രകാശിൻ്റെ കാര്യത്തിൽ സാഹചര്യ തെളിവുകൾ കുരുക്കായി മാറുന്നുവെന്നാണ് ദിലീപ് ദേവസ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ,